ശ്രീ റഫീഖ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് CPM സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തുന്നു. NM വിജയന്റെ കുടുംബത്തെ കാണുന്നു. അവർക്ക് എല്ലാവിധ സംരക്ഷണം നൽകുമെന്ന് പറയുന്നു. 2,10,00,000 രൂപയാണ് NM വിജയന് ബാധ്യതയുള്ളത്. ആ ബാധ്യത KPCC ഏറ്റെടുത്തില്ലെങ്കിൽ CPM ഏറ്റെടുക്കുമെന്ന് പറയുന്ന ഒരു ആർജവം CPM എന്ന് പറയുന്ന പാർട്ടി കാണിക്കുകയും ചെയ്യുന്നു. കൃത്യമായ മനുഷ്യത്വപരമായ നിലപാടാണ്. ആ കുടുംബത്തെ ചതിച്ചു. ആ കുടുംബത്തിലെ NM വിജയനെയും മകനെയും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് നിരന്തരം ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ. അത് ആ കൊലപ്പെടുത്തൽ തന്നെയാണ്. നിയമന കോഴ നടത്തി ഇടനിലക്കാരനായി ഒരു മനുഷ്യനെ ഉപയോഗിച്ച ശേഷം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിനെ കൊലപ്പെടുത്തുക എന്നല്ലാതെ എന്താണ് പറയുക? ഇപ്പോഴും ഒരുപക്ഷേ മാന്യതയുള്ളൊരു പാർട്ടി ആയിരുന്നുവെങ്കിൽ ഇന്നലെ CPM ഏറ്റെടുക്കുകയാണ്. 2,10,00,000 ഞങ്ങൾ തരാമെന്ന് പറയുമ്പോൾ പോലും ഒരു വാക്ക് പറയാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല ഇതുവരെ. തീർച്ചയായിട്ടും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് നടന്നത്. കോൺഗ്രസിന് വേണ്ടി 5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ചൊരു മനുഷ്യൻ, അതും DCCയുടെ ട്രഷറർ പോലെയുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹം നിരന്തരമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് കത്തെഴുതുകയും പരാതി നൽകുകയും എന്നിട്ട് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയും ചെയ്തിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാവാത്ത ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ ബലി നൽകേണ്ടി വന്നിരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല മരിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകനെയും ചേർത്ത് പിടിച്ച്, ഭിന്നശേഷിക്കാരനായ മകനെയും ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം മരണത്തിനിരയാകേണ്ടി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണത്തിനിരയായ കാരണത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഒന്ന്, അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു. തൻ്റെ ഭിന്നശേഷിക്കാരനായ മകൻ 7 വർഷക്കാലം ആ ബാങ്കിൽ താൽക്കാലികമായി തൊഴിലെടുക്കുന്നു. സ്ഥിരപ്പെടുത്താമെന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം പലതവണകളായി അദ്ദേഹത്തോട് പറയുന്നു. അത് കാത്തിരുന്ന് ഒരുപാട് തവണ അദ്ദേഹം കാത്തിരുന്ന് 7 വർഷം പിന്നിട്ടിട്ട് 7ാമത്തെ വർഷം ആ മകനെ പിരിച്ചുവിടുന്നു. ആ മകനെ പിരിച്ചുവിടുന്നത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അന്നത്തെ DCCയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ MLA IC ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് പ്രകാരമാണ് തൻ്റെ മകനെ പിരിച്ചുവിടുന്നത്. അത് 25 ലക്ഷം രൂപ വാങ്ങിയിട്ടുള്ള ഒരു ഇടപാടാണ്, സാമ്പത്തിക ഇടപാടാണെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ആ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് പിന്നീട് കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തുവിട്ട വാർത്തയിൽ നിന്നും വ്യക്തമായി. അദ്ദേഹത്തിൻ്റെ IC ബാലകൃഷ്ണൻ MLAയുടെ ലെറ്റർ പാഡിൽ വേറൊരാളെ നിയമിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള കത്ത് പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അനുഭവിച്ച പ്രയാസത്തെക്കുറിച്ച് അതിൽ വിശദീകരിക്കുന്നു. ആർക്കൊക്കെയാണ് പണം നൽകിയത്, ആരൊക്കെയാണ് പണം നൽകാനുള്ളത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ എമൗണ്ട് അനുസരിച്ച് അതിൽ പ്രതിപാദിക്കുന്നു. പിന്നീട് അദ്ദേഹം വ്യക്തിപരമായി ഉൾപ്പെടെ കടമെടുത്ത് അദ്ദേഹം ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഇരയാകേണ്ടി വന്ന ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം വ്യക്തിപരമായി ലോൺ എടുത്ത് ഉൾപ്പെടെ നൽകിയ പണത്തെക്കുറിച്ച് അതിൽ പറയുന്നു. അത് പലിശയടക്കം ഇരട്ടിയായതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അങ്ങനെ അദ്ദേഹം അനുഭവിച്ച പ്രയാസത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുകയും പിന്നീട് അദ്ദേഹം അവസാനമായി സൂചിപ്പിക്കുന്നത് എൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരൊക്കെയാണ് എന്നതുകൂടെ അതിൽ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു. അതിൽ ഒന്നാമത്തെയാൾ IC ബാലകൃഷ്ണൻ MLA ആണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഈ ജില്ലയിലെ DCCയുടെ മുൻ അധ്യക്ഷനാണ്. ഇപ്പോഴത്തെ DCCയുടെ അധ്യക്ഷനായിട്ടുള്ള ND അപ്പച്ചൻ്റെ പേരിൽ അത് എഴുതി വെച്ചിരിക്കുന്നു. മുൻ DCCയുടെ ഭാരവാഹികളുടെ പേരുകൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ DCCയുടെ ഈ ജില്ലയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കളാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ എഴുതി വെച്ച ഒരു മനുഷ്യൻ മരിച്ചിട്ട്, അതും 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ മരിച്ചിട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താ? അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടിലെ അവർ സ്വീകരിച്ചത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇത്രകാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ്റെ മകൻ, ഇത്രകാലം പ്രവർത്തിച്ചൊരു മനുഷ്യൻ മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനിയനും മരിക്കുന്നു, മറ്റൊരു മകനും മരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ മൂത്ത മകൻ വിജേഷ് ഈ കത്തുമായി KPCCയുടെ പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. 2 പേർ മരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പിറ്റേന്ന് യാതൊരു മടിയുമില്ലാതെ KPCCയുടെ പ്രസിഡന്റ് പറയുകയാണല്ലോ, താൻ ആ കത്ത് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ പറയുകയാണ്. എന്താണ് ഇവരുടെയൊക്കെ നിലപാട്? നിങ്ങൾ നോക്കൂ. ഇവിടെ കുടുംബം എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ ആക്ഷേപിക്കുന്നു VD സതീശൻ. അതുപോലെ തന്നെ ഈ കത്ത് കുടുംബം പുറത്തുവിട്ട കത്താണ്. CPIMന്റെ ഏതോ പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ പുറത്തുവിട്ട കത്തല്ല.
ആ കത്ത് കൊടുത്തിട്ടുള്ളത് കുടുംബമാണ്, പോലീസിന് ഉൾപ്പെടെ കൊടുത്തത് ആ കുടുംബമാണ്. എന്നിട്ട് അപ്പോൾ രമേശ് ചെന്നിത്തല പറയുകയാണ് കുടുംബം കൊടുത്ത കത്ത് വ്യാജമാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെ ആക്ഷേപിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ വയനാടിൻ്റെ മണ്ഡലത്തിൻ്റെ MP ആണല്ലോ പ്രിയങ്ക വാദ്ര. ഒരു തവണയെങ്കിലും അനുശോചനക്കുറിപ്പ് ഇറക്കാൻ വേണ്ടി പോലും അവർ തയ്യാറായോ? ഇത്രയേറെ വിവാദങ്ങളായിട്ടും പ്രതികരിക്കാൻ അവർ തയ്യാറായോ? അപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പാണിത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. KPCCക്ക് 2021 കൊടുത്ത കത്ത് വെച്ച് പരിശോധന നടത്തി അതിൽ നടപടി സ്വീകരിച്ച് അന്ന് ആ പണം തിരികെ വാങ്ങി കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ 2 ജീവനുകൾ നഷ്ടപ്പെടുമോ? അവിടെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞത്. ഇത് കോൺഗ്രസ് നടപ്പിലാക്കിയ കൊലപാതകമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കോൺഗ്രസ് നേതൃത്വം ആ ഘട്ടത്തിൽ ഇടപെട്ട് 2021 തന്നെ ഇടപെട്ടത് പരിഹരിച്ചിരുന്നുവെങ്കിൽ മരിക്കില്ലായിരുന്നു. അപ്പോൾ മരണത്തിലേക്ക് തള്ളിവിട്ടത് അതുവായത് കൊലപാതകം എന്ന രൂപത്തിലേക്ക് മാറുന്നത് അവിടെയാണ്. അപ്പോൾ ആ നിലയിൽ വളരെ ഗൗരവമായ വിഷയമായി വരുന്നു. ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം എന്നിട്ട് IC ബാലകൃഷ്ണൻ MLA സംരക്ഷിക്കുകയല്ലേ? നിങ്ങൾ നോക്കൂ, ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനതയ്ക്ക് മുമ്പിൽ ഒളിച്ചോടേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ MLAക്ക് മാറിയില്ലേ? ഇവിടുന്ന് ജില്ല വിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് മാറിയില്ലേ? എന്നിട്ടും കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുന്നു. ഒളിവിൽ പോകേണ്ടി വരുമെന്ന് KPCC പ്രസിഡന്റ് ന്യായീകരിക്കുന്നു അതിനെ. അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നടക്കുന്നു. ഇന്നിപ്പോൾ കൈരളി പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഇവിടെ IC ബാലകൃഷ്ണൻ MLAയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ബെന്നി, അദ്ദേഹം 15 ലക്ഷം രൂപ IC ബാലകൃഷ്ണനും KE വിനയനും എന്ന് പറയുന്ന DCC ജനറൽ സെക്രട്ടറിക്കും വേണ്ടി അവർ പറഞ്ഞതിന്റെ ഭാഗമായി 15 ലക്ഷം രൂപ വാങ്ങിയത് സംബന്ധിച്ച് അനീഷ് എന്ന് പറയുന്ന ഒരാൾ പരാതി കൊടുത്തു. ആ പരാതി ഒതുക്കി തീർക്കാൻ വേണ്ടി അനീഷിനെ വിളിച്ചുകൊണ്ട് ബെന്നി കൈനിക്കൽ എന്ന് പറയുന്ന MLAയുടെ PA അല്ലെങ്കിൽ MLAയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നല്ലോ. പണം നൽകിക്കൊണ്ട് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു. ആ നിലയിൽ പിന്നെ ആളുകളെ പണം കൊടുത്തും മറ്റുമൊക്കെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് വിജയേട്ടൻ്റെയും അതുപോലെ ജിജേഷിൻ്റെയും ജീവൻ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ? കോൺഗ്രസിന് അതിന് ഉത്തരവാദിത്വം പുറത്തേക്ക് മാറാൻ വേണ്ടി കഴിയുമോ? ഇവിടെ DCC അധ്യക്ഷൻ ഇപ്പോഴും ആ പദവിയിൽ തുടരുകയാണ്. MLA ഇപ്പോഴും ആ പദവിയിൽ തുടരുകയാണ്. ഇവിടെ നിയമത്തിന് മുമ്പിൽ ഒളിച്ചോടുന്ന നിലപാട് സ്വീകരിക്കുന്നു. ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഒളിച്ചേടേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് വരുത്തിയിരിക്കുന്നു. ഇത്രയും ക്രൂരമായ നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി രാജിവെക്കാൻ വേണ്ടി തയ്യാർ. അവിടെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ സൂചിപ്പിച്ചത്. ഇത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. ഈ പണം ഏറ്റെടുക്കുക, കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുക എന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ബാധ്യതയാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറാവാത്ത പക്ഷം ജനങ്ങളുടെ എല്ലാം ഭാഗത്ത് ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകും. ജനങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അതിന് CPM നേതൃത്വം കൊടുക്കേണ്ടി വരും. ആ നിലയിലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് വിശദീകരിച്ചത്. അപ്പോൾ ആ നിലയിൽ ഇവിടെ വളരെ ഗൗരവമായ വിഷയമായിട്ട് തന്നെയാണ് ഇതിപ്പോഴുള്ളത്. ആ നിലയിൽ തന്നെയാണ് CPM ഇതുമായി ബന്ധപ്പെട്ടു. ഇത് രാജിവെക്കുന്നത് വരെയുള്ള പ്രക്ഷോഭവുമായി CPI മുന്നോട്ട് പോകും. കോൺഗ്രസിന്റെ ഈ വികൃത മുഖം ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ചുകൊണ്ട് CPI വളരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. ശരി, ശ്രീ റഫീഖ്.